Ivah Silks, Kasargod, Kanyanad, Mangalore. വീണ്ടും വിവാദങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് റിപ്പബ്ലിക് ചാനൽ അവതാരകൻ അർണബ് ഗോസ്വാമി. കാശ്മീരിലെ അസാധാരണ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ചർച്ചയിൽ മുൻ IAS ഉദ്യോഗസ്ഥനും ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് നേതാവുമായ ഷാ ഫൈസലും പങ്കെടുത്തിരുന്നു. ചർച്ച കൊഴുക്കവെ അർണബ് തന്റെ സ്ഥിരം ശൈലിയിൽ പൊട്ടിത്തെറിച്ചു. എന്നാൽ അർണബിന്റെ പ്രഹസനങ്ങൾക്ക് വായടപ്പിക്കുന്ന മറുപടിയാണ് ഷാ ഫൈസൽ നൽകിയത്. ഇന്ത്യ വിട്ട് US-ലേക്കോ മറ്റോ പോവാനാണ് ഷാ ഫൈസലിനോട് അർണബ് ഗോസ്വാമി ആവശ്യപ്പെട്ടത്. എന്നാൽ അർണബ് ഗോസ്വാമിയുടെ ചാനൽ പൂട്ടിക്കുമെന്നാണ് ഷാ ഫൈസൽ ഇതിന് മറുപടി നൽകിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ്. താങ്കൾ ഇന്ത്യക്കൊപ്പമാണോ അതോ എതിരാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അർണബ് ഗോസ്വാമി ചർച്ച ആരംഭിച്ചത്. നിങ്ങളുടെ യഥാർത്ഥ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാനുള്ള സമയം വന്നെത്തി. താങ്കൾ ഇന്ത്യക്ക് എതിരാണെങ്കിൽ അത് തുറന്നു പറയേണ്ടതില്ല എന്നും ചർച്ചയിൽ അർണബ് ഗോസ്വാമി ഷാ ഫൈസലിനോട് പറഞ്ഞു. എന്നാൽ കാശ്മീരിന്റെ ചരിത്രത്തെക്കുറിച്ചോ താഴ്വരയിലെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചോ അർണബിന് അറിയാമെന്നത് സംശയമാണെന്നായിരുന്നു ഷായുടെ മറുപടി. എന്നാൽ ഷായുടെ പ്രതികരണം അർണബിനെ ചൊടിപ്പിച്ചു. ഇതോടെ സ്ഥിരം ശൈലിയിൽ പ്രതികരിച്ച അർണബ് താങ്കളെ ഇന്ത്യ US-ലേക്ക് അയച്ചില്ലേ എന്ന മറുപടി നൽകി. എന്നാൽ തന്നെ ഇന്ത്യ US-ലേക്ക് പറഞ്ഞയക്കുകയായിരുന്നില്ല എന്നും മറിച്ച് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് താൻ US സന്ദർശിച്ചത് എന്നും ഷാ പറഞ്ഞു. ഇതോടെ നിലതെറ്റിയ അർണബ് ഷായെ രാജ്യദ്രോഹി എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു പ്രതികരിച്ചത്. നിങ്ങൾ അമേരിക്ക എന്ന് ആവർത്തിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് അമേരിക്ക നൽകിയതെന്നും ഷായോട് അർണബ് ഗോസ്വാമി ചോദിച്ചു. ഷായല്ല പ്രധാനം, കാശ്മീർ വിഷയമാണ് പ്രധാനമെന്ന് അർണബ് ഗോസ്വാമി പറഞ്ഞു. ഇതോടെ അർണബിനും കാശ്മീരിൽ പ്രാധാന്യമില്ലെന്ന് ഫൈസൽ ഷായും പ്രതികരിച്ചു. കാശ്മീരിൽ ഇന്ത്യ എന്ന ആശയം തകർത്തതിന്റെ ഉത്തരവാദിത്തം ഞാൻ താങ്കൾക്ക് കൂടി നൽകുന്നുവെന്ന അർണബിന്റെ വാക്കുകളോട് ഗോസ്വാമി ഇന്ത്യയുടെ ഏറ്റവും മോശപ്പെട്ട അംബാസിഡറാണ് എന്ന് ഷായും പരിഹസിച്ചു. എന്നാൽ വിമർശനം കടുത്തതോടെ മോനെ നീ വേഗം അമേരിക്കയിലേക്ക് പോകൂ, നിന്നെ ആരെങ്കിലും ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിച്ചോ, അടുത്ത ഫ്ലൈറ്റിൽ ആരെങ്കിലും ഫൈസൽ ഷായെ കയറ്റിവിടൂ എന്നായി ഗോസ്വാമി. എന്നാൽ താങ്കൾക്ക് തലവേദനയായി ഞാൻ ഇവിടെ തന്നെ തുടരുമെന്നായിരുന്നു ഷായുടെ മറുപടി. കാശ്മീരിൽ ഒരു നാൾ അധികാരത്തിൽ വന്നാൽ തന്റെ റിപ്പബ്ലിക് ചാനൽ അടച്ചുപൂട്ടുമെന്നും ഷാ ഗോസ്വാമിയെ വെല്ലുവിളിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദ്യ കാശ്മീരിയൻ സ്വദേശിയായിരുന്നു ഷാ ഫൈസൽ. എന്നാൽ പിന്നീട് സിവിൽ സർവീസ് ഉപയോഗിച്ച് അദ്ദേഹം ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന രാഷ്ട്രീയ പാർട്ടി തുടങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.